ഓക്കെ, എൻ്റെ പേര് കുമ്പമ്പടം സ്കറിയ എന്നാണ്. ഇത് മേരി സ്കറിയ. എൻ്റെ വീട്ടുപേര് കുമ്പമ്പടം അല്ലേ? കുമ്പമ്പടം എന്നാണ്. ഇത് മേരി സ്കറിയ. അപ്പോൾ അവിടെ വീട്ടുപേര് പഴയ തുരുത്തേത് ഞാലിയാകുഴി, പുതുപ്പള്ളി, എരമല്ലൂർ. ഞങ്ങളുടെ വീട് മീനടത്ത് കുമ്പമ്പടത്ത് കൊച്ചിൻ്റെ മകനാണ്. പിന്നെ അമ്മയുടെ പേര് അച്ചമ്മ. ഞാൻ ഇന്നാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി പുറകോട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ജനിച്ചത് മീനടത്ത്, സ്കൂളിൽ പഠിച്ചത് വെള്ളൂർ PTM ഹൈസ്കൂളിലാണ്. അവിടെ ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈമറി സ്കൂൾ തീർന്നപ്പോഴത്തേക്കിന് അവിടെ മിഡിൽ സ്കൂൾ വന്നു. ആ മിഡിൽ സ്കൂൾ തീർന്നപ്പോൾ ഹൈസ്കൂളും വന്നു. അങ്ങനെ ഹൈസ്കൂളിലെ ആദ്യത്തെ ബാച്ചാണ് ഞങ്ങൾ അവിടുത്തെ. വർഷം ഇത് 66-ലൊന്നും അല്ല, 55-59 തുടങ്ങി. വർഷമൊന്നും ഓർക്കുന്നില്ല. 55-65. ഓക്കെ. ഏതായാലും വർഷങ്ങളൊന്നും ഓർക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂള് പാലാമടങ്ങാർ പണിത് ഗവൺമെൻറ്റിന് കൊടുത്തതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ അതിന് സ്ഥലം കൊടുത്തത് നമ്മുടെ ഇല്ലത്തെ നമ്പൂതിരിയൊക്കെയാണ്. 7-ാം മൈലിലുള്ള നമ്പൂതിരിയാണ് അതിന് സ്ഥലം കൊടുത്തത്. പാലാമടങ്ങാർ പണിയിച്ചു. അങ്ങനെ അത് ഗവൺമെൻറ്റിന് കൊടുക്കായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ ഞാൻ അവിടെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു അത്ലറ്റ്സ് ആയിരുന്നു. അവിടുത്തെ ഓട്ടത്തിന് ഏറ്റവും ബെസ്റ്റായിരുന്നു. ഞാൻ ചേരുന്ന ഓട്ടത്തിന് ആരും ചേരാറില്ല. അങ്ങനെയാണ് അവിടെ പോയത്. ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും യാതൊരു ഗുണവും ഉണ്ടായില്ല. പക്ഷെങ്കിൽ എനിക്ക് അത് പിന്നീട് പ്രയോജനപ്പെട്ടു. കാരണം ഞാൻ ഇതിന് പ്രാക്ടീസ് ചെയ്യുന്ന വെളുപ്പിനെ 4 മണിക്കാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ഓടും. അതെന്താ 4 മണിക്ക് എഴുന്നേറ്റ് ഓടുമെന്ന് ചോദിച്ചാൽ ഇച്ചായൻ സമ്മതിക്കില്ല ഈ വെളുപ്പിനെ എഴുന്നേറ്റ് പോകാനായിട്ട്. അപ്പോൾ ഇച്ചായൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കിന് എഴുന്നേക്കും. ആ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് ഞാൻ ഈ ഓട്ടവും കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെയാണ് പോകുന്നത്. അപ്പം എൻ്റെ കൂട്ടത്തിൽ 1-2 പേരും കൂടി ഉണ്ടായിരുന്നു ഓടാൻ. അവരെ ഇടയ്ക്കൊക്കെ വരും. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള ഓട്ടമാണ്. വെളുപ്പിനെ ഓടിയാൽ അത് 1 മണിക്കൂർ ശരിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ എവിടം വരെ ഓടും? വീട്ടിൽ നിന്ന് അവിടുന്ന് വെള്ളൂർ വരെ പോവും. വെള്ളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അവിടെയായിട്ട് ഒരു 1-1.5-2 മൈലോളം പോവും. അങ്ങനെ ഓടി സ്റ്റാമിന നല്ലപോലെയായി. ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഓട്ടക്കാരനായി. അങ്ങനെ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചു. ഇങ്ങനെ ഓടാനുള്ള കാരണം, ഈ സ്പോർട്സിനോടുള്ള ആഗ്രഹം വരാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ നാട്ടിലൊരു പറച്ചിലുണ്ടായിരുന്നു, നല്ല സ്പോർട്സുകാരാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് ജോലി കിട്ടുമെന്ന്. അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഓട്ടം എല്ലാം ഓടിയത്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായതല്ലാതെ ട്രാൻസ്പോർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തില്ല, അവിടെയോട്ട് പോയുമില്ല. അങ്ങനെ ട്രാൻസ്പോർട്ടിൽ ഓട്ടത്തിന് എന്നാ കാര്യം? ട്രാൻസ്പോർട്ട് തന്നെ ഓടിക്കൊള്ളുമല്ലോ, നമ്മളതിനകത്ത് ട്രാൻസ്പോർട്ട് ഓടുന്നതല്ല കാരണം സ്പോർട്സുകാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് പല കളികളുണ്ടല്ലോ, അതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അതിന് നല്ല സ്റ്റാമിന വേണം. സ്റ്റാമിന ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. പക്ഷെങ്കിൽ ഓടി ഹൈസ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഓടുന്നവരാരും അവിടെ ഇല്ല. പിന്നെ നടപ്പ് മത്സരങ്ങളിൽ പോകുമായിരുന്നു. 5 മൈൽ നടപ്പ്. പിന്നെ ഈ ഓട്ടമാണെങ്കിലും 5 മൈൽ 10 മൈൽ ഓട്ടത്തിനൊക്കെ പോകും. അതിനൊക്കെ കിട്ടും. പിന്നെ ഓടുന്നത് ലോങ് ഓട്ടമുള്ളൂ. 100 മീറ്റർ 200 മീറ്റർ 300 മീറ്ററിന് ഓടുകയില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓടിക്കഴിഞ്ഞാൽ അങ്ങ് ഓടും. അങ്ങനെ അതുകൊണ്ടാണ് ഈ ലോങ് ഇതിന് പോകുന്നത്. അതായത് 400 മീറ്റർ 800 മീറ്റർ 1000 1500 അതിൻ്റെ മുകളിലോട്ട് ഉള്ള സകല ഓട്ടത്തിനും പോകുമായിരുന്നു. എനിവേ അങ്ങനെ ഹൈസ്കൂൾ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് പാലായിലാണ്. പാലായിൽ സെൻറ്റ് തോമസ് കോളേജിലാണ് പോയത്.
അവിടെ പോയി അധികമൊന്നും പഠിച്ചില്ല. ഒരു വർഷം അന്ന് പ്രീ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഒരു വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് വന്നു. വീട്ടിൽ നിന്ന് പിന്നെ എന്നെ ഈ ഡിഗ്രിക്ക് വിടാനായിട്ട് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ ഈ എന്നാ പറയുന്നത് ഡ്രിൽ മാസ്റ്റർ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേറ്റർ, നമ്മൾ ഈ കളിയെല്ലാം കളിക്കുന്നില്ലേ, അതുകൊണ്ട് എന്ന് വിചാരിച്ച് അവിടുന്ന് അതിന് ഞാൻ പോയതാണ്. ആ വഴി പോയി നേരെ ബാംഗ്ലൂരിൽ ചെന്നു. അവിടെ ചെന്ന് മിലിറ്ററിയിൽ ആയി. മിലിറ്ററിയിൽ ഞങ്ങളെ എടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു 100-100 ചില്ലുവാനം പേരുണ്ട് റിക്രൂട്ട്മെൻറ്റിന് വന്നു. അതിൽ ഞങ്ങൾ 3 പേരെയാണ് സെലക്ഷൻ കിട്ടിയുള്ളൂ. 97 പേര് എനിക്ക് കിട്ടി. കിട്ടിയതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലെ ഈ ഓട്ടമാണ്. അതായത് ഹെൽത്തിന് ഉള്ളത് അവർ സ്റ്റാമിന നോക്കുക. അവരെന്നാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരിടത്ത് നിന്നിട്ട് ഓടിപ്പോയി നമ്മളൊരു മരത്തെ ചെന്ന് തൊട്ടേച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ടും ഇതെല്ലാം അവർ പരിശോധിക്കും, മെഷർ ചെയ്യും. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. അതിൽ നിന്ന് കിട്ടിയതല്ലാതെ എനിക്ക് വേറെ ഹെൽപ്പ് പറയാനൊന്നുമില്ല. എനിവേ അങ്ങനെ മിലിറ്ററിയിൽ പോയി. മിലിറ്ററിയിൽ 1963 പോയി. 63 മുതൽ 67 വരെ മിലിറ്ററിയിലുണ്ടായിരുന്നു. 4.5 വർഷം ചെയ്തുള്ളൂ. അങ്ങനെ അന്ന് ട്രെയിനിങ്, എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെക്കൻഡറാബാദിലായിരുന്നു. സെക്കൻഡറാബാദിൽ ഒരു 6 മാസം ട്രെയിനിങ് കഴിഞ്ഞ് അവിടുന്ന് ജബൽപൂർ പോയി. ജബൽപൂർ എനിക്ക് കിട്ടിയത് ക്ലറിക്കൽ ട്രേഡാണ്. അതുകൊണ്ട് ക്ലറിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ജബൽപൂർ പോയി. അവിടെ പോയാൽ പഠിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ആർമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ ലെറ്ററുകളുടെ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ടൈപ്പ് പഠിക്കണം. അവിടെ മിലിറ്ററി ടൈപ്പ് പഠിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവിടെ ടൈപ്പിന് 20 വേർഡ് സ്പീഡ് മതി. അപ്പോൾ അവിടെയുള്ള വേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനുള്ള ആക്യുറസി, അതിൻ്റെ ആ ഫോർമാറ്റ്, അതിൻ്റെ ആ രീതി. കാരണം ഒരു തവണ അടിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയായിരുന്നു അത് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു 4 വർഷം, എല്ലാ വർഷവും വീട്ടിൽ അവധിക്കൊക്കെ വരും. വന്ന് ഒരു പ്രാവശ്യം വന്നപ്പം ഇച്ചായൻ തന്നെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. കാരണം കൃഷികൾ ചെയ്യുന്നു, കന്നുകാലിയെ നോക്കുന്നു, വീട്ടിൽ വേറെ ഹെൽപ്പിനാരും ഇല്ല. 2 അനിയന്മാരുണ്ട്, അവർ പഠിക്കുന്നു, പെങ്ങൾ പഠിക്കുന്നു. അപ്പം എനിക്ക് തോന്നി എൻ്റെ ഒരു ചുമതലയാണ് ഈ ഇളയത്തുങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഇളയത്തുങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനെ ഹെൽപ്പ് ചെയ്യുക, അപ്പൻ്റെ കൂട്ടത്തിൽ പണിയുക, മറ്റൊരു പഠിച്ച് അവരൊക്കെ നല്ല നിലയിൽ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മിലിറ്ററിയിൽ നിന്ന് അന്ന് ഡിസ്ചാർജ് വാങ്ങി. അപ്പം ഡിസ്ചാർജ് കിട്ടാനുള്ള ഒരു മാർഗം അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡിസ്ചാർജ് ആൻഡ് പെൻഷൻ ആൻഡ് ഡിസ്ചാർജ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസറുമായിട്ട് വലിയ അടുപ്പമൊക്കെ ഉണ്ട്. ഒരു മലയാളിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ് പോകണം, അതിനുള്ള മാർഗങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആപ്ലിക്കേഷൻ എഴുതി തരും, പക്ഷെങ്കിൽ വെരിഫിക്കേഷൻ നടത്തരുത്, എഴുതി തരുന്നതൊക്കെ തെറ്റാണ്. അതുകൊണ്ട് വെരിഫിക്കേഷൻ നടത്താതെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുക്ക പിടിച്ചു. പുള്ളി എന്നെ ഒരുപാട് ഉപദേശിച്ചു, നീ നാട്ടിൽ പോയി എന്നാ ചെയ്യുന്ന, ജോലി കിട്ടാൻ വിഷമമുള്ളതാണ്, ഇവിടെയാണെങ്കിൽ നിനക്ക് വിഷമമൊന്നുമില്ല, രാവിലെ 8 മണി മുതൽ 12 മണി വരെയുള്ളൂ ജോലി. ആ 12 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോവുകയോ വരുവോ എന്നതിലുമൊക്കെ ചെയ്യാം, നമുക്കതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം നിനക്ക് ഇത്രയും സൗകര്യമുള്ള ഒരു ജോലി നാട്ടിൽ എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെയധികം നിർബന്ധിച്ച് വിടാതിരിക്കാൻ. പക്ഷേ ഞാൻ ശാഠ്യമായിട്ട് പിടിച്ചു പോകണമെന്നോ. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് വീട്ടിലെ ചേനെ ഹെൽപ്പ് ചെയ്തു. ഒരു 5-6 മാസം. വീട്ടിൽ പറഞ്ഞോ മിലിറ്ററിയിൽ നിന്ന് പോരുകയെന്ന് പറഞ്ഞോ? അതോ? അറിയാം. അങ്ങനെ അത് തന്നെയല്ല, ഞാൻ മിലിറ്ററി പോയത് ഇച്ചായന് ഇഷ്ടമില്ലായിരുന്നു. ഇച്ചായൻ എന്നെ മിലിറ്ററിയിൽ നിന്ന് പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുക്ക പോയി പുള്ളിയോട് നേരത്തെ പറഞ്ഞു, അവനെ അവിടുന്ന് എങ്ങനെയും വിടണമെന്നും പറഞ്ഞിരുന്ന. അന്നൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ തന്നെ മനസ്സ് വന്നു പോന്നു. വീട്ടിൽ വന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് അവിടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു, വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ
നാട്ടിൽ നിന്ന് പോകണമെന്നുള്ളത്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടായിരുന്ന മുഴുവൻ ജോലി ചെയ്തിടത്തോളം ഉണ്ടായിരുന്ന കാശ് എൻ്റെ ചിലവിനുള്ള വെച്ച് ഇച്ചാനെ ഏൽപ്പിക്കും. പക്ഷേ ഇച്ചാൻ അത് കൊണ്ടുവരുമ്പോൾ എന്നെ എടുക്കും, എന്നതേലും വളം മേടിച്ചു അല്ലെങ്കിൽ വേലക്കാരെ കൊണ്ട് പണിയിച്ചു, അങ്ങനെ ആ പൈസ അതെ, അന്നെല്ലാം 4 ഫിഗറിന് താഴെയല്ലേ ഉള്ളൂ, 400-500 അല്ലേ ഉള്ളൂ എന്നത്. അന്നത്തെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ, പെൻഷനോ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ. പെൻഷനൊന്നും ഇല്ലല്ലോ. ഇല്ല, പെൻഷനബിൾ അല്ലായിരുന്നു, അല്ല റിട്ടയർ ചെയ്തു. 4 വർഷത്തിന് കൂടി. ഓക്കെ. അവിടെ മിനിമം 10 വർഷം ചെയ്തെങ്കിലേ പെൻഷൻ. ഓക്കെ. അപ്പോഴേ വീട്ടിൽ വന്നപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടായി. അതിന് വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ ഫാദറിനോട് പറഞ്ഞെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പോൾ അവിടുന്ന് തീരുമാനിച്ചു തിരിച്ച് ജോലിക്ക് തന്നെ പോവുക എന്ന് പറഞ്ഞ് വീട്ടിൽ നുണ പറഞ്ഞാണ് പോയത്. അവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഒരു 3 വർഷക്കാലം ജോലി ഇല്ലാതെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു തീരുമാനം ചെയ്തു, ആരുടെയും പിടിച്ചു പറിക്കത്തില്ല, ആരെയും മോഷ്ടിക്കത്തില്ല, ആർക്കും ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ. അതുപോലെ തന്നെ ചെയ്തു. പക്ഷെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെല്ലുന്നിടത്തൊക്കെയും വളരെയധികം അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. ദൈവാനുഗ്രഹത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം ഉള്ളതും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതായത് എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ 3 വർഷം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയി ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തും ടൈപ്പ് ചെയ്ത് കൊടുത്തും, അതായത് സ്വന്തമായിട്ട്, അല്ലാതെ വേറെ ആരുടെയും കീഴിലില്ല, നമ്മൾ തന്നെ ഡിക്റ്റേറ്റ് തന്നെ ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫരീദാബാദിൽ നിന്ന് അവിടെ ഒരു സ്റ്റോർ കീപ്പറായിട്ടൊരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ അതിന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അവിടെ സ്റ്റോർ കീപ്പറായിട്ട് കിട്ടി. പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനിയാണ്. ചെറിയൊരു കമ്പനിയാണ്. അത് ആദ്യം ക്ലർക്കൊന്നുമില്ല. ഞാൻ ക്ലർക്ക് കം സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാൽ ക്ലർക്കിൻ്റെ പണിയും ചെയ്യണം, സ്റ്റോർ കീപ്പറിൻ്റെ പണിയും ചെയ്യണം. വേറെ അധികം ജോലിക്കാരൊന്നുമില്ല, 8-10 പേരേ ഉള്ളൂ ജോലിക്കാർ. അവരെ നോക്കണം, ഇത് ചെയ്യണം. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻ ഓളായിട്ട് ഞാനിതെല്ലാം ചെയ്യണം. അപ്പോഴേ എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ട്, എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ അവധി എടുക്കണമെങ്കിൽ വേറെ ഒരു എൻജിനീയറുണ്ട്, പുള്ളി അവിടെ വരണം. പുള്ളിയെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് പോകണം. അപ്പം ലോക്കൽ പർച്ചേസിങ് ഇതെല്ലാം എൻ്റേതാണ്. അപ്പം ബാക്കിയുള്ള പൈസ പുള്ളിയെ കണക്ക് പറഞ്ഞ് ഏൽപ്പിക്കണം. തിരിച്ചു വരുമ്പോൾ ഞാനത് കണക്ക് പറഞ്ഞ് തിരിച്ചു മേടിക്കണം. ഇങ്ങനെ പോയി. അങ്ങനെ ഒരു ഇരുന്ന സമയത്ത് ഞാൻ ഈ കമ്പനിയിൽ ചില ഭരണപരിഷ്കാരങ്ങൾ നടത്തി. ഈ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ഈ 5-10 പേരിലേ ഉള്ളൂ. അവർ എല്ലാ ആഴ്ചയിലും എനിക്ക് ഇന്ന് 5 രൂപ വേണം, എനിക്ക് 10 രൂപ വേണം, എനിക്ക് 15 വേണം. നമ്മളിത് മുഴുവൻ എഴുതിയിടണം. എഴുതിയിട്ടിട്ട് പിന്നെ ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഇത് കുറച്ചിട്ട് ബാക്കിയാണ് കൊടുക്കുന്നത്. അത് കൊടുത്താലും പിറ്റേ ആഴ്ച മുതൽ പിന്നെയും ഒരു കടം തുടങ്ങും. അതായത് കൊടുക്കാറാകുമ്പോഴത്തേനും ഒന്നും കാണുകയില്ല. അങ്ങനെ വന്നപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടായി. കണക്കെഴുത്തല്ലേ മുഴുവൻ. ഇത് കണക്കെഴുതി വരുത്തൻ്റെ എഴുതാൻ മറന്നു പോയെങ്കിൽ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ തലയിൽ കൂടി ഒരു ബുദ്ധി വന്നു. 2 ആഴ്ച കൂടുമ്പോൾ ശമ്പളം കൊടുക്കുക. ഇവിടുത്തെ പോലെ 2 ആഴ്ച കൂടുമ്പോൾ നിനക്ക് എത്ര പൈസ വേണമെന്ന് പറയുക, അത് അത്രയും പൈസ നിനക്ക് തരും. ബാക്കിയുള്ളത് 1-ാം തീയതി, അതായത് 2 പേയ്മെൻ്റായിട്ട് കൊടുക്കും. കടം ചോദിക്കുന്ന പരിപാടി കടമില്ല. അതായത് കടമാണല്ലോ, ഇത് കടമാണല്ലോ. 2 ആഴ്ച കഴിയുമ്പം അവന് വേണ്ടി കൊടുക്കുന്നു, അത് കുറച്ച് 1-ാം തീയതി കൊടുക്കുന്നു. അങ്ങനെ അപ്പം ആ കണക്കിൻ്റെ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായി. അത് തന്നെയല്ല, അത് എംപ്ലോയീസിന് വലിയൊരു ഗുണമായി. കാരണം അവർക്ക് വീട്ടിൽ സാധനം മേടിക്കാൻ ഇഷ്ടമായി. കാരണം എന്നും ചോദിക്കണല്ലോ, 15 തീയതി ആകുമ്പം വേണ്ടിയത് കിട്ടും. അങ്ങനെ ഒരു ഭരണപരിഷ്കാരം അവിടെ നടത്തി. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ എംപ്ലോയീസിന് ആരെങ്കിലും വൈകിട്ട് 8 മണി കഴിഞ്ഞ് ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അപ്പം അതും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എംപ്ലോയീസ് ഹാപ്പിയാണ്, മാനേജ്മെൻറ്റും ഹാപ്പിയാണ്. കാരണം ഇതിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പിന്നെ ജോലി ചെയ്യാനൊരു തീർച്ചയായിട്ടും വൈകിട്ട് പിന്നെ ശാപ്പാട് കിട്ടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഈ എൻജിനീയറുമായിട്ട് എനിക്കൊരു പിണക്കമുണ്ടായി.
പിണക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ അവിടെ വന്നു, രാവിലെ വന്നപ്പം എനിക്കന്ന് ഉച്ച കഴിഞ്ഞ് ഡൽഹിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് ഉച്ച കഴിഞ്ഞ് ഡൽഹിക്ക് പോകണം, ഉച്ച കഴിഞ്ഞ് ഇവിടെ ഇരിക്കണം, നാളെ രാവിലെ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്നെ എടുത്തപ്പോൾ എനിക്കിട്ടൊരു പണി തന്നു. പുള്ളി ഉച്ചയാകുന്നതിന് മുമ്പ് പുള്ളി എന്നോട് പറയാം സ്ഥലം വിട്ടു പോയി. പുള്ളി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലിക്ക് നോക്കാൻ ആളില്ല, പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ ആളില്ല. ഇങ്ങനെ വന്നു. ഞാൻ അന്ന് തീരുമാനിച്ചു അവിടുന്ന് റിസൈൻ ചെയ്യാം. അപ്പോഴേ റിസൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് അന്ന് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്തു. അപ്പം ഞാൻ ജോലി ചെയ്തിട്ട് അന്ന് എൻജിനീയർ വന്നില്ലെങ്കിൽ എൻജിനീയറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഒരു എംപ്ലോയി ഉണ്ട്, അവൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തേച്ച് പോയാൽ മതി. അപ്പോൾ അവൻ്റെ ഞാൻ താക്കോൽ കൊടുത്തേച്ച് അവനോട് ഞാൻ പറഞ്ഞു, നീ വിളിച്ച് പറഞ്ഞേക്കണം ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ ഡൽഹിക്ക് പോയി. അതേ ദിവസം തന്നെ, അതേ ദിവസം അയാൾ ഉച്ചയ്ക്ക് പോയ അതേ ദിവസം തന്നെ അന്ന് തന്നെ വൈകുന്നേരത്ത് താക്കോൽ കൊടുത്തേച്ച് ഞാൻ പറഞ്ഞു ഞാൻ നാളെ മുതൽ ഒരാഴ്ചത്തേക്കിന് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം വന്നു കഴിഞ്ഞ് ഞാൻ രാവിലെ വന്നു. പുള്ളി മിണ്ടുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല. പുള്ളി ഒരാഴ്ച അവിടെ നിൽക്കണം, ഞാനില്ലെങ്കിൽ അവിടെ നിൽക്കണം. പുള്ളി എന്നോട് മിണ്ടുന്നില്ല, പറയുന്നില്ല. ഞാൻ ഉച്ച വരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അവിടുത്തെ ജോലിയുടെ കാര്യങ്ങൾ മറ്റേ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നടന്നത്, മേടിച്ചു, എന്തൊക്കെ ചെയ്തു, അതായത് കണക്കുകളൊക്കെ തിരിച്ചു തരണമല്ലോ, റിപ്പോർട്ട് തരണം. അത് ഇല്ല. ഉച്ചയായപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ റിസൈൻ ചെയ്യുകയാണ്. അതിൻ്റെ ലെറ്റർ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് ഞാൻ പോകും, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ മേടിച്ചോണ്ട് സന്ധ്യയാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒന്നും വേണ്ടിയില്ല. പുള്ളി സന്ധ്യ വരെ പുള്ളി അവിടെ ഇരുന്നു, ഞാനും സന്ധ്യ വരെ ഇരുന്നു. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ഞാനങ്ങ് പോയിട്ട് ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെയായിരുന്നു ഇതിൻ്റെ ഓണർ. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്തു അവിടുന്ന്, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാനല്ലേ നിന്നെ ഹയർ ചെയ്ത്, നീ എന്നോട് പറയാതെ റിസൈൻ ചെയ്തതിന് അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഗതി, അതുകൊണ്ട് റിസൈൻ ചെയ്തത് തന്നെ. ഇല്ല നീ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യത്തില്ല, റിസൈൻ ചെയ്തതാണ്. ഇനി ജോലി കിട്ടിയെങ്കിൽ കിട്ടിയില്ല. എന്നോട് ചോദിച്ചു എല്ലായിടത്തും ജോലി കിട്ടിയോ? ഞാൻ പറഞ്ഞു ഒരിടത്തും കിട്ടിയില്ല, ജോലി അന്വേഷിക്കണം. എന്നാൽ നിനക്ക് ഞാൻ ഒരാഴ്ചത്തെ അവധി തരാം ജോലി അന്വേഷിക്കാൻ, എങ്ങും കിട്ടിയില്ലെങ്കിൽ നീ തിരിച്ചു വന്നേക്കണമെന്ന് പറഞ്ഞു. ഏതായാലും പഞ്ചാബി ആയിരുന്നോ ആരാ ഈ ഓണർ? അതെ. അപ്പോഴേ ഈ പുള്ളിക്കാരൻ അപ്പം ജോലി കിട്ടിയില്ല എന്നും പുള്ളി ചോദിക്കും, കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹരിയാന ഗവൺമെൻറ്റിലൊരു ഹരിയാന ഗവൺമെൻറ് വേക്കൻസിയാണ്. ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം അപ്ലൈ ചെയ്ത് ഞങ്ങൾ 10 പേര് അപ്ലൈ ചെയ്തു. എല്ലാം ഹിന്ദിക്കാരാണ്. അവിടെ ഈ 10 പേരിൽ 10 പേരും എക്സ് സർവീസ്മാൻമാരാണ്, എല്ലാവരും മിലിറ്ററിക്കാരാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ സർവീസുള്ളത് എനിക്ക് 4 വർഷത്തെ സർവീസുണ്ട്. മറ്റുള്ളവർ 15 വർഷം, 20 വർഷം, 25 വർഷം ജോലി ചെയ്തു. എല്ലാം വയസ്സന്മാരും ഒക്കെയാണ്, എല്ലാവരും വയസ്സന്മാരൊക്കെ. ഏതായാലും ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ 10 പേരെയും വിളിച്ച് ഒരു സർദാർജിയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. പുള്ളി ഓരോരുത്തരുടെയും വിളിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ കയ്യിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കൊടുക്കും. പുള്ളി ഇത് നോക്കും. പുള്ളിക്ക് ഇതിനകത്ത് എന്നാ എഴുതിയിരിക്കുന്നു ഒന്നും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ മറിച്ച് നോക്കും. അവിടെ ചെന്നപ്പോൾ ക്യാരക്ടർ എന്നൊരു ഭാഗം കണ്ടു. അതിനകത്ത് സാറ്റിസ്ഫാക്ടറി ഒരുത്തൻ്റെ എഴുതിയിരിക്കും. ഉടനെ ആ പേജ് തുറന്ന് അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെയും മേടിച്ച് സാറ്റിസ്ഫാക്ടറി എല്ലാം ഒന്ന് വെച്ചിട്ട് വേറെ ചിലതിനകത്ത് ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഇപ്പുറത്ത് വെച്ചു. ഇങ്ങനെ സാറ്റിസ്ഫാക്ടറിയും ഗുഡും എല്ലാം എഴുതി വെച്ചു. എൻ്റേത് വന്നപ്പോൾ അതിനകത്ത് വെരി ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ വെരി ഗുഡ് എന്ന് എഴുതിയത് അപ്പുറത്തോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സന്ധ്യ ആയപ്പം സാറ്റിസ്ഫാക്ടറിക്കാരോട് പറഞ്ഞു നിങ്ങളെ ആരെയും എടുക്കുന്നില്ല, ഇനി ഇവർ 2 പേരും, അതായത് ഗുഡിനകത്ത്
കുറേ പേരെ വിട്ടു, എന്താണെന്ന് അറിയത്തില്ല. എനിവേ ഞങ്ങൾ രണ്ടുപേരും ഒരു ഗുഡും ഒരു വെരി ഗുഡും വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നാളെ രാവിലെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ഒരു വേക്കൻസി ഉള്ള ഒരാളെ എടുക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെ എടുക്കാൻ പറ്റുകയില്ല, കാരണം ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പം മറ്റേ എൻ്റെ കൂട്ടത്തിലുള്ള പുള്ളി 10-20 വർഷത്തെ സർവീസുള്ള പുള്ളിയാണ്. ഞാനും ഇതുണ്ട്, അവിടെ എക്സ് സർവീസ്മാൻ്റെ വേക്കൻസി ഉണ്ട്, 10% വേക്കൻസി എക്സ് സർവീസ്മാനുള്ളത്. ഈ എക്സ് സർവീസ്മാനെ 21 വയസ്സുള്ളവരെ ആരെയാണ് കിട്ടുന്നത്? എല്ലാവരും 30-ന് മുകളിൽ. അപ്പോഴേ ഞാൻ കയറി സർദാർജിയോട് പറഞ്ഞു, ഈ എക്സ് സർവീസ്മാൻമാർക്ക് ജോലിക്ക് ഈ ഏജ് കൺസെഷനുണ്ട്, അതെങ്ങനെയാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പറഞ്ഞു എനിക്കിതൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ റൂൾ ഇതാണ്, അതായത് ഇപ്പോഴുള്ള വയസ്സിൽ നിന്ന് നമ്മുടെ സർവീസ്, ഇപ്പോൾ 20 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള വയസ്സിൽ നിന്ന് ആ 20 കുറച്ച് കഴിയുമ്പോൾ 21 വരുവാണെങ്കിൽ എലിജിബിളാണ്. ഇനി ഈ 20 വർഷം കുറയ്ക്കുമ്പോൾ 21 വന്നില്ലെങ്കിൽ വേറൊരു എക്സംഷൻ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 വർഷം കൂടെ കുറയ്ക്കാം. അത് ശരി, അങ്ങനെ ഒരു റൂളുണ്ടെന്ന് പുള്ളി പറഞ്ഞു. എനിക്കിതൊന്നും അറിയത്തില്ല, നിങ്ങൾ ആരാ ഇത് റൂൾ കൊണ്ടുവരുന്നാൽ അവരെ ഞാൻ നോക്കാതെ നിങ്ങൾ വെക്കൂ എന്ന് പറഞ്ഞു. എനിക്കറിയാം ഈ റൂൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും എനിക്കറിയാം. ഈ 20 വർഷം സർവീസുള്ള പുള്ളിക്ക് അറിയാനും മേലെ. പുള്ളി എന്നോട് ചോദിച്ചു ഇതെവിടെയാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇതെവിടെയാണ് കിട്ടുന്നത്, ഇത് ഫോണ് തിരക്കാൻ ഒരു വേക്കൻസി ഉള്ള പുള്ളിയോട് ഞാൻ പറഞ്ഞു ചെയ്യാൻ പോകണം. അവിടെ നിന്ന് ഞാൻ നേരെ ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്ന് കഴിഞ്ഞ് ഒരു ആർമി ക്യാമ്പിൽ കയറി അതിൻ്റെ വരാന്ത വഴി ഇങ്ങനെ നടക്കുമ്പം ഒരു ക്യാപ്റ്റൻ തോമസ് എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു, ഒരു ക്യാപ്റ്റൻ തോമസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഏതായാലും അങ്ങോട്ട് പുള്ളിയോട് ചോദിച്ചൊന്നുമില്ല, സാറേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പാപ്പാരെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, എനിക്ക് ഇന്നോയിലൊരു സംഗതിയുണ്ട്, ഇങ്ങനെ ഒരു ഏജ് കൺസെഷൻ്റെ ഒരു റൂളുണ്ട്, അത് ഒന്ന് ടൈപ്പ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് എവിടെയാണെന്ന് എനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഇന്ന ബുക്കിനകത്ത് ഇത്രാമത്തെ പേജിനകത്താണെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട്. ഉടനെ പുള്ളി ഒരു ക്ലർക്കിനെ വിളിച്ച് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് പുള്ളി അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് തന്നു. ഞാൻ അതും കൊണ്ട് നേരെ ഓഫീസിൽ പോയി. അവിടെ ചെന്ന് സർദാറിൻ്റെ കൊടുത്തു കഴിഞ്ഞ് എന്നെ പുള്ളി നോക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് ഓർഡർ ടൈപ്പ് ചെയ്തു, പുള്ളി സൈൻ ചെയ്തു, എനിക്ക് തന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റേ വല്യപ്പൻ 4 മണി ആയപ്പോഴത്തേക്കിന് ഓടി വേർത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ അത് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി എനിക്ക്, ഞാൻ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാമെന്ന്. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു, നീ എന്നിട്ട് തന്നെ എന്നോട് പറയാഞ്ഞ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയല്ലേ, പറഞ്ഞ് നിനക്ക് ഞാൻ തന്നെച്ച് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഒരു വേക്കൻസി ഉണ്ട്, ഇത് നിനക്ക് തന്നെച്ച് ഞാൻ പിന്നെ ഇങ്ങോട്ടാണ് പോകുന്ന ജോലി അന്വേഷിച്ചു, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഓഫീസിലെ ലാംഗ്വേജ് ഹിന്ദിയാണ്, ഹിന്ദി വേണം സംസാരിക്കാൻ, ഹിന്ദിയിൽ വേണം ലെറ്റർ എഴുതാൻ. ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോകുന്നത് മാത്രം ഇംഗ്ലീഷ് മതി. അപ്പം എന്നെ മറ്റവരെല്ലാം ലോക്കൽ ആൾക്കാരാണ്, ഹിന്ദിക്കാരാണ്. എന്നോട് ചോദിച്ചു നിനക്ക് ഹിന്ദി അറിയാമോ? ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്ന ഹിന്ദി, ഞാൻ പറയുന്ന ഹിന്ദി. അപ്പം ഹിന്ദി പറയാൻ അറിയാമല്ലോ, പിന്നെ നിനക്ക് എഴുതാൻ അറിയാമോ, വായിക്കാൻ അറിയാമോ? ഞാൻ പറഞ്ഞു എഴുതാനും അറിയാം വായിക്കാനും അറിയാം എന്ന് പറഞ്ഞു. ഉടനെ ഒരു ക്ലർക്കിനെ വിളിച്ചിട്ട് ഒരു ഹിന്ദി പുസ്തകം കൊണ്ടുവന്നു. പുള്ളി വായിച്ചു, എന്നോട് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. അത് കഴിഞ്ഞ് എഴുത്ത് കഴിഞ്ഞ പുസ്തകം എൻ്റെ തന്നിട്ട് എന്നോട് പറഞ്ഞു അത് വായിക്കാൻ പറഞ്ഞു. വായിച്ചു, നമ്മൾ വായിച്ചു. അന്ന് ഈ മിലിറ്ററി എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഹിന്ദി പറയാനും വായിക്കാനും എഴുതാനും ഒക്കെ നല്ല വശമാണ്. ക്ലർക്കായിരുന്നല്ലോ അവിടെ. അവിടെ ക്ലർക്കായിരുന്നു. പക്ഷെ അവിടെ ഈ ഹിന്ദിയൊന്നും അല്ല എഴുതുന്നത്, അവിടെ ഇംഗ്ലീഷാണ് ഇത് എഴുതുന്നത് മുഴുവൻ. അപ്പം ഇത് സ്റ്റേറ്റ് വൈസ് ആണല്ലോ, നാട്ടിലെ രീതി അങ്ങനെയായിരുന്നല്ലോ. അതാത് സ്റ്റേറ്റുകാർ അതാത് സ്റ്റേറ്റിലുള്ള ഭാഷ യൂസ് ചെയ്യണമെന്നുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെയായിരുന്നു. മലയാളത്തിൽ മലയാളം, പുറത്ത് പോകുന്നത് മാത്രം ഇംഗ്ലീഷ്, അങ്ങനെയായിരുന്നല്ലോ. എനിവേ അങ്ങനെ അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ
ഈ ഞങ്ങളൊരു 10-20 പേരുണ്ട്, എല്ലാവരും അക്കൗണ്ടൻസാണ്. എല്ലാവരും അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പഠിച്ചവരൊന്നുമല്ല, പക്ഷേ നോക്കുന്ന എല്ലാ അക്കൗണ്ട്സാണ് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു ഫാക്ടറിയാണ് കിട്ടിയത്. ഞാൻ ഫാക്ടറിയുടെ ഡീലിങ്, അതായത് ഫാക്ടറിക്ക് പ്ലോട്ട് അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് വരും, നമ്മൾ അതിൻ്റെ ലെറ്റർ അയക്കുക, പിന്നെ കറസ്പോണ്ടൻസ്, അതിൻ്റെ മെയിൻ്റനൻസ്, ബിൽഡിങ് പെർമിറ്റ്, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ്, ഇതൊക്കെ അയക്കുന്നത് എൻ്റെ പണിയാണ്. അതെ അതെ. അങ്ങനെ ഓരോരുത്തരും ഹരിയാന ഗവൺമെൻറ്റിൻ്റെ ബിഹാഫാണ്. ഗവൺമെൻറ് പ്രോപ്പർട്ടി, അതായത് ഫരീദാബാദ് മുഴുവൻ ചുമ്മാ കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യും. അപ്പോൾ ഈ വരുമ്പോഴത്തേക്കിന് ഈ കൂട്ടത്തിലിരിക്കുന്ന ജോലിക്കാരുണ്ടല്ലോ, എല്ലാവരും എന്നെ നോക്കും. ആരെങ്കിലും വന്നാൽ ഇവൻ എന്നാ ഈ പറയുന്നത്, എന്നാ ചെയ്യുന്നത്, കാര്യം നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷേ ഞാൻ വളരെ ഇതായിട്ടാണ് വരുന്നവരോട്, എനിക്ക് മാത്രം വന്നാൽ, അതായത് കസ്റ്റമേഴ്സ് വന്നാൽ ഇരിക്കാൻ കസേരയില്ല, കസേര കൊടുക്കില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കസേരയുണ്ട്, അവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് കുറേ കഴിയുമ്പം അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പുള്ളിവരുടെ ഉണ്ട്, അവിടെ പോയിരുന്ന് കാപ്പിയും കുടിച്ച് തീറ്റയും കുടിച്ച് കൈക്കൂലിയും വാങ്ങിച്ചൊക്കെയാണ് പോകുന്നത്. എൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ കാര്യം പറയും, അവർ സാധിക്കുമെങ്കിൽ സാധിക്കുമെന്ന് പറയും, സാധിക്കുകയില്ലെങ്കിൽ സാധിക്കുകയില്ല എന്ന് പറയും. ഇല്ലാതെ സാധിക്കാൻ ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. ഇന്ന പോലെ ചെയ്യാം. അവർക്ക് കാശ് മേടിക്കാനുള്ള വകുപ്പ് പറഞ്ഞു കൊടുക്കും. അതെ, അല്ല മീൻസ് കിട്ടാനുള്ളതേ കിട്ടാനുള്ളതൊന്നും ആരോടൊന്നും ഞാൻ മേടിക്കുന്നില്ല. അങ്കിളിനല്ല, മറ്റവരല്ല, ഇത് കസ്റ്റമേഴ്സാണ് വരുന്നത്. കറക്റ്റ്, ഓക്കെ. കസ്റ്റമേഴ്സ് വരുന്നവരോടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഒരാവശ്യത്തിന് വരിക, നിങ്ങളുടെ വീട്ടിൽ അവിടെ എന്തെങ്കിലും പണിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അത് പണിയാമെങ്കിൽ പണിയാമെന്ന് പറയും, പണിയാൻ മേലെങ്കിൽ പണിയാൻ മേലെ, അല്ലെങ്കിൽ അത് പണിയാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ആ മാർഗം പറഞ്ഞു കൊടുക്കുന്നു. എനിക്കാരും ഒരു കാശും തരുന്നില്ല, ഞാനിട്ട് മേടിക്കുന്നുമില്ല, നമ്മുടെ മനസ്സിലായില്ല, ചെയ്യാണ്. അങ്ങനെ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞ് ഒരിക്കൽ ഇതിനോടിടയ്ക്ക് ഈ പ്ലോട്ടുകൾ ഇവർ പൈസ മുഴുവൻ കൊടുത്തു കഴിയുമ്പം അവരുടെ പേരിൽ എഴുതണം, രജിസ്റ്റർ ചെയ്യണം. അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നത് കോർട്ടിലാണ് ചെയ്യുന്നത്. കോർട്ടിൽ പോകുമ്പോൾ അവിടെ തഹസീൽദാരാണ് ഇത് ചെയ്യുന്നത്. അപ്പം അവിടെയും എല്ലാവർക്കും പൈസ കൊടുക്കണം, തഹസീൽദാർക്ക് പൈസ കൊടുക്കണം, ക്ലർക്കിന് പൈസ കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഈ പോകുന്ന ആൾക്കാർ അന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരികയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇവരെ കൊണ്ടുപോയി ഹോട്ടലിൽ പോയി കള്ളും കുടിച്ചൊക്കെ ഇങ്ങനെ പോകും. ഒരു ദിവസം ഞാൻ പോയി, എൻ്റെ ചാൻസ് അല്ലായിരുന്നു, പക്ഷേ അന്ന് പോകേണ്ടി വന്നു. അവിടെ ചെന്ന് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഓഫീസിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അപ്പം ട്രാൻസ്പോർട്ടേഷൻ അവരുടേതാണ്, കാരണം അവിടെ ഒന്നും ടാക്സി ഇല്ല, ബസ്സില്ല, ഒന്നുമില്ല. അപ്പം അവർ വേണം നമ്മളെ ഓഫീസിൽ നിന്ന് കൊണ്ടുപോകാനും തിരിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവിടാനും. സാധാരണ പോയാൽ ആരും വരികയില്ല. അന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തൻ എന്നോട് പറഞ്ഞു, അങ്ങനെ നമുക്ക് ഹോട്ടലിൽ പോകാൻ കഴിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ എന്നെ വിടുകയില്ല. അത് കഴിഞ്ഞ് ഇവൻ പൈസയായിട്ട് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് ഞാൻ ഞാൻ വണ്ടി പിടിച്ച് പോക്കോളാമെന്നും പറഞ്ഞ് ഞാൻ നടന്നു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ പുറകെ വന്ന് ഒരു 10 രൂപ കൊണ്ട് എൻ്റെ പോക്കറ്റിലിട്ടു. അന്നത്തെ 10 രൂപ എന്ന് പറയുന്നത് വലിയ 1000 രൂപയ്ക്ക് മേളിലുണ്ട്. അതായത് 70 കൊണ്ടിട്ടു എന്നും പറഞ്ഞ് അവസാനം എന്നെ കൊണ്ട് വിട്ടു. ഏതായാലും അന്ന് വൈകിട്ട് വന്ന് കൂട്ടുകാരെല്ലാം വിളിച്ച് 10 രൂപയ്ക്ക് ഐസ്ക്രീം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ആ 10 രൂപ തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞാൽ ഓഫീസിൽ കുറേ കൂട്ടുകാരുണ്ട്, വലിയ കൂട്ടുകാരില്ല, പക്ഷേ എല്ലാവരും വളരെ അടുത്തവരുണ്ട്. അവൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ നീ പൈസ മേടിക്കാതിരുന്നാൽ അത് ശരിയല്ല, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടും, മേടിക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാക്ടറിയുടെ അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇല്ല, നിങ്ങളുടെ കയ്യിൽ നല്ലത് പോകുന്നതാണ്, അതുകൊണ്ട് അത് മേടിക്കണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവരെന്നെ ചെയ്യുന്ന വെച്ചാൽ അവരവരുടെ പോക്കറ്റിലിടും. ഇതിന് കണക്കില്ലല്ലോ. ഇപ്പം കൈക്കൂലി കൊടുത്ത് എത്രയെന്ന് കണക്കെഴുതാനുണ്ടോ? 10 കൊടുത്തെന്ന് പറഞ്ഞാൽ 10 കൊടുത്തു, 20 കൊടുത്തെന്ന് പറഞ്ഞാൽ 20 കൊടുത്തു, അതുകൊണ്ട് അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തപ്പം ശരിയാ, അവർ തരുന്നതിന് കണക്കൊന്നുമില്ല, ഇല്ലെങ്കിൽ അവൻ്റെ പോക്കറ്റിലിടും, അത്രയേ ഉള്ളൂ. നമ്മൾ പണിയും ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ സത്യത്തിൽ ഈ ഫാക്ടറിക്കാരോട് ഞാൻ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. അത് ശരി, കാരണം കൂട്ടുകാർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞൊന്നുമല്ല, അവർ തരുന്ന എന്നാന്ന് മേടിക്കും.
അപ്പോഴും നമ്മുടെ സ്വഭാവം ഇതാണ്, വന്നാൽ അവിടെ നിന്നോണം, ചെയ്യാമെങ്കിൽ ചെയ്യാമെന്ന് പറയും, ചെയ്യാൻ മേലെങ്കിൽ ചെയ്യാൻ മേലെന്ന് പറയും. പക്ഷേ അവിടെ വെച്ച് ഓരോരുത്തർ പൈസ തരും, മേടിക്കില്ല. അപ്പം പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ എല്ലാവരും ഞാൻ താമസിക്കുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് തരും. ശരി. അപ്പം ആർക്കും അറിയത്തില്ല ഇങ്ങനെ. അപ്പം ഇതിനോടിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഓഫീസേഴ്സിൻ്റെ ഇടയ്ക്കും എന്നെപ്പറ്റി നല്ലൊരു അഭിപ്രായമായി. ആരോടൊന്നും മേടിക്കുന്നില്ല, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പണിയെല്ലാം നടക്കുന്നുണ്ട്, ആർക്കും കംപ്ലൈൻ്റ് ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കും നല്ലൊരു ഇത് വേണ്ട. അതുകൊണ്ട് എന്ത് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാണ്ട് ഓഫീസേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് ചെയ്തു തരും. മനസ്സിലായി, ചെയ്തു തരും. അങ്ങനെ അത് പോയി. അങ്ങനെ ഞാൻ 68 മുതൽ 73 വരെ അവിടെ ജോലി ചെയ്തു. അതിനോടിടയ്ക്ക് ഞാൻ ടെമ്പററിയാണ്. എന്നെ പെർമനൻ്റ് ആക്കാൻ ചില ഓഫീസേഴ്സ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞിടാ, നീ ഇന്ന പോലെ ചെയ്താൽ ഞാൻ നിന്നെ പെർമനൻ്റ് ആക്കി തരാം, അല്ലെങ്കിൽ നമ്മൾ ഈ PSC ടെസ്റ്റൊക്കെ എഴുതണം. അപ്പോൾ അവർ പറഞ്ഞു അത് എഴുതാതെ നിന്നെ ഞാൻ പെർമനൻ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുകൊണ്ടിരുന്നു. അതിനോടിടയ്ക്കാണ് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ അവിടുന്ന് പോരണമെന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യണം, 1 മന്ത് നോട്ടീസ് കൊടുക്കണം. ആ 1 മന്ത് നോട്ടീസ് നമ്മൾ പെർമനൻ്റ് ആക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ നിന്ന് എഴുതി വൈകുന്നേരത്ത് നമുക്ക് പോരാം. അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ ഈ പെർമനൻ്റ് ആകാതിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് വിസയുടെ കോള് വന്നു. ഈ പറഞ്ഞ പോലെ രാവിലെ പോയി റിസൈനും എഴുതി കൊടുത്ത് ഇനി പോന്നു. അങ്ങനെയാണ് അവിടെ നടന്ന സംഭവം. അവിടെ എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ആൾക്കാരുമായിട്ട് നല്ല പിടിയായിരുന്നു. അതായത് തഹസീൽദാരെ, അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും. കാരണം നമ്മൾ നല്ലവനെന്നുള്ള ഒരു പേര് അവിടെ കിട്ടിപ്പോയി. മനസ്സിലായി. അപ്പം അത് തന്നെയല്ല, ഞാനൊരു ഫാക്ടറിയിൽ ഒരാൾക്കൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അങ്ങനെയൊരു കഴിവുണ്ടായിരുന്നു അവിടെ. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, സിറ്റിയിലുള്ളവർക്കെല്ലാം അറിയാം, പോലീസുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, കമ്പനിക്കാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ആ സമയത്ത് നാട്ടിലോട്ടൊക്കെ എല്ലാ വർഷവും വരുമായിരുന്നോ? അതോ നാട്ടിലെ ഇവിടെ കോട്ടയത്ത് മീനടുത്ത് ഈ ഫരീദാബാദിലെ പോയില്ല, വരത്തൊന്നുമില്ല. ബാച്ചിലറാ? അപ്പം ഫുഡൊക്കെ റൂമിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു? ചപ്പാത്തിയൊക്കെ തന്നെ ഉണ്ടാക്കും, കറി ഉണ്ടാക്കും. അങ്ങനെ ഇരുന്നപ്പം താമസിക്കാൻ വീട് വാടകയ്ക്ക് വേണ്ട. കുറച്ച് നാൾ വാടകയ്ക്ക് താമസിച്ചു. അത് കഴിഞ്ഞപ്പോഴേ ഈ ഞാൻ ജോലി ചെയ്ത ഫാക്ടറിയുടെ ഒരു സൈഡിൽ ഒരു മുറിയുണ്ട്. അവിടെ ഈ പണിക്കാർ സാധനങ്ങളൊക്കെ ഇത് പണിതപ്പോൾ വെച്ചിരുന്നതാണ്. അതിനകത്തൊരു കട്ടിൽ വിട്ട് അതിനകത്ത് കിടക്കും. അപ്പം അവിടെ ഒരു മലയാളി ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, സാറേ ഞാനും കൂടെ ഇവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് താമസിച്ചു. അപ്പം അവൻ കഞ്ഞിയും കറിയൊക്കെ വെച്ചോളൂ. അവൻ പേര് ഓർമ്മയുണ്ടോ കൂട്ടത്തിലുണ്ടായിരുന്നേ? ഹിന്ദു പേര്? ബാബു. അങ്ങനെ അവിടെ കഴിഞ്ഞാണ്. അത് കഴിഞ്ഞാണ് കല്യാണം കഴിച്ചു. വിസ കിട്ടി. ഞങ്ങൾ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്തു അല്ലേ? ഞങ്ങൾ സെപ്റ്റംബറിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഒക്ടോബറിൽ അപ്രൂവ് ആയി. ഞങ്ങൾക്ക് വിസയും കിട്ടി ഒക്ടോബറിൽ. അങ്ങനെ അമേരിക്കയ്ക്കുള്ള ഒരു ഞങ്ങൾ നവംബറിൽ അവിടുന്ന് പോന്നു. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ, അന്നത്തെ കൃഷി രീതിയും കന്നുകാലികളും ഒക്കെ പറയാം. ഒരു മിനിറ്റ്.